ചങ്ങായിമാരെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിലും ശരി സമയം ഇല്ലെങ്കിലും ശരി ഈ വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റൂ. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കും ചെയ്യാം, കുറെ ചിന്തിക്കും ചെയ്യാം. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. കുംഭമേളയുടെ പേരും പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ തോണ്ടാൻ വന്ന പൗരൻ എന്ന ഒരു പൗരന് നമ്മുടെ അൻസാരി ഉസ്താദ് വയറ് നിറയെ കൊടുത്ത്. എനിക്കതൊന്ന് കാണും. നമ്മളെ ടെക്നോളജി ആണെന്നെ ഉസ്താദ് വധിച്ച ശേഷം ടെക്നോളജി ആണ് ഇപ്പൊ ഇമ്മാരി വൃത്തികേടും കൊണ്ട് വരുത്തില്ല. അതിനുശേഷം പുതിയൊരു അവതാരം വന്നിരിക്കുകയാണ് പൗരൻ. നമുക്ക് പൗരനെ ഉസ്താദ് വധിക്കുന്ന മനോഹരമായ ദൃശ്യം ഒന്ന് കണ്ടെത്തി വന്നാലോ? കാണാൻ തന്നെയാ. ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ നോക്കി. മലപ്പുറം തിരുനാവായയിൽ നടക്കുന്ന കുംഭമേള തടഞ്ഞ സർക്കാർ. നിങ്ങൾക്ക് ഇതിൽ വലിയ അത്ഭുതം തോന്നുന്നു? എനിക്ക് ഇതിലൊരു അത്ഭുതം തോന്നില്ല കേട്ടോ. കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് ഈ കുംഭമേളയുടെ ഒരുക്കങ്ങൾ ഇതുവരെ എങ്ങനെയാണ് എത്തിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ കുംഭമേള സർക്കാർ തടഞ്ഞതിനേക്കാൾ മുമ്പേ അത്ഭുത പരതന്ത്രനാക്കിയത് മലപ്പുറം ജില്ലയിൽ ഇതുവരെ കുംഭമേളയുടെ ഒരുക്കങ്ങൾ ഇവിടം വരെ എത്തി എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മുമ്പ് അത്ഭുതപ്പെടുന്നത്. പിള്ളച്ചേട്ടന് വിശ്വാസം വരുന്നില്ലേ? പറഞ്ഞു മനസ്സിലായില്ലേ? ശശികല ടീച്ചറോ സുരേന്ദ്രനോ ഒന്നും അല്ല. നോക്കിയാൽ മുഖം നോക്കിയേ, കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു ചെറുപ്പക്കാരൻ, അത്യാവശ്യം തടിപിടുക്കൊക്കെ ഉണ്ട്. ഒരു പഴമക്കാരനാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരു സോഴ്സിലൂടെ മാത്രം കേട്ടതുകൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിച്ചു എന്ന് പറയാം. ഈ ചെറുപ്പക്കാരെപ്പോലുള്ള ആളുകൾക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാൻ എന്തെല്ലാം തരത്തിലുള്ള സോഴ്സുകൾ നിന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? മലപ്പുറം ജില്ല മോനെ, നിങ്ങൾ ചെറുമാൻ സ്ഥാനം കിട്ടി തിരുവനന്തപുരം ജില്ല ഉണ്ടല്ലോ, ആ തിരുവനന്തപുരം ജില്ലയേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 1300 ക്ഷേത്രങ്ങളുണ്ട്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ കീർത്തനങ്ങളോ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെയോ ഏതെങ്കിലും തിരക്ക് തടസ്സപ്പെടുത്തുകയോ അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ ഒരു മുസൽമാനെ കാണിച്ചുതരാമോ? ഒന്നുകൂടെ കേട്ടോ. സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്നം കെട്ടി വരാം. സമീപകാലത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ക്ഷേത്രത്തിൽ പാട്ടുമായി ബന്ധപ്പെട്ട് അവിടെ വെക്കുന്ന കീർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി പോയി. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. അത് ശശികല ടീച്ചർ അടക്കം ആളുകൾ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ അറിഞ്ഞാണ്. അന്ന് പുറത്തേക്ക് വന്ന വാർത്ത മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ തടഞ്ഞു എന്നുള്ളതാണ്. മലപ്പുറത്തിന്റെ മതേതരത്വം എന്നൊക്കെ പറഞ്ഞു വലിയ രൂപത്തിൽ പരിഹാസം. അതുകൊണ്ടാ കരണം മാഷ് വിവരം അറിയിച്ചപ്പോ രാത്രി തന്നെ വിചാരിച്ചു ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടത്. അവസാനം ന്യൂസ് സൈറ്റ് തന്നെ നേരിട്ട് പോയി അന്വേഷണം. എന്താ അവസ്ഥ? ക്ഷേത്രത്തിന്റെ തൊട്ട് അപ്പുറത്തുള്ള സമീപത്തുള്ള ഹൈന്ദവ സഹോദരൻ, ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന സഹോദരൻ, അദ്ദേഹത്തിന് ഉച്ചത്തിൽ ഈ പാട്ട് വെക്കുന്നത് കൊണ്ട് പല ഫോണിൽ സംസാരിക്കാൻ വയ്യ, രോഗികളായ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ പ്രയാസം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് പരാതി കൊടുത്തത്. ശരിയാടാ. അപ്പോഴേക്കും വ്യാജ വാർത്ത ലോകം മുഴുവൻ പ്രചരിച്ചിരുന്നു. ഇതുപോലെയല്ലേ മോനെ, കുംഭമേളയല്ല, നീയൊക്കെ എന്ത് നടത്തിയാലും ഞങ്ങളുടെ മുസൽമാന്മാർക്ക് എന്ത് പ്രശ്നം? ഇസ്ലാം ഇന്ത്യയിലെന്നല്ല ലോകത്ത് വളർന്നത് മറ്റൊരു തന്റെ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിച്ചതുകൊണ്ട് വളർന്നതാണ്. ഇതൊരു ബാക്കി അദ്ദേഹം പറയട്ടെ, ബാക്കി പറയാം ഇൻഷാ അല്ലാഹ്. അത് തടഞ്ഞതിൽ ഒരു അത്ഭുതം തോന്നുന്നില്ല. അതിവിടെ നടക്കാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ നടപ്പിക്കാൻ പാടില്ലാത്തതാണ്. എന്താണെന്നറിയോ, നമ്മുടെ പൂർവികരായിട്ട് തന്നെ നമ്മളെ കുറിച്ച് മതങ്ങളുടെ പേരിൽ ഇങ്ങനെ വേർതിരിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതില് മുസ്ലിം എന്ന് പറയുന്ന മതവിഭാഗക്കാര് അവർ 5 നേരം നിസ്കരിക്കണം, പള്ളിയിൽ പോകണം, കുട്ടികളാണെങ്കിൽ മദ്രസയിൽ പോകണം, ബാങ്ക് വിളിക്കണം, പുണ്യനാടായ മക്കയിൽ ഹജ്ജിന് പോകണം, അങ്ങനെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് അതൊരു മുസ്ലിമായിട്ട് ജീവിച്ച അവൻ സൂപ്പർ, അവൻ മതേതരൻ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ക്രിസ്ത്യാനി എന്ന് പറയുന്ന മതവിഭാഗക്കാര് അവർ ഇതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകണം, അവർക്ക് കൂട്ടായ്മകളുണ്ട്, വേദപാഠ ക്ലാസുകളുണ്ട്, പള്ളിയിലത്തിന് പ്രത്യേകതരം വേഷങ്ങളുണ്ട്, കന്യാസ്ത്രീമാരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകതരം വേഷങ്ങളുണ്ട്. അതൊക്കെ ഇട്ട് സമൂഹത്തിൽ നല്ല രീതിയിൽ ഇറങ്ങി നടക്കാം. അങ്ങനെ അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് ജീവിച്ച അവര് നല്ല സൂപ്പർ ക്രിസ്ത്യാനി മതേതരന്മാർ. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ച്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗക്കാരുണ്ട്. അവർ ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത്. നല്ല മുഖം നോക്കി, നല്ലൊരു ചെറുപ്പക്കാരൻ അല്ലെ, അത്യാവശ്യം ലോകവിവരൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അവൻ കേരളം പോയിട്ട് അവന്റെ നാടിന്റെ തൊട്ടപ്പുറത്ത് പോലും സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അങ്ങനെ സംഭവിച്ചു കാണൂ. അതില്ലെങ്കിൽ ഇത്രയും വിദ്വേഷം വിവരക്കേടും പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. പൗരൻ എന്ന പേരിൽ നിരന്തരമായി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് ചെറുപ്പക്കാരിങ്ങനെ ആകുമ്പോൾ നമുക്ക് വേദന. ഒരു വയസ്സായ ഒരാൾ അയാൾ ഏതെങ്കിലും സോഴ്സിലൂടെ കേട്ടതുകൊണ്ട് അങ്ങനെ തന്നെ വിഴുങ്ങിയെന്ന് വിചാരിക്കാം. ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ അറിയാൻ എന്തെല്ലാം സോഴ്സുകളുണ്ട്. അവനത് ഉപയോഗപ്പെടുത്താതെ നാട്ടിൽ വിദ്വേഷം, ഇവൻ ഈ കത്തിക്കുന്ന ഈ വർഗീയത തിരുനാളം എത്രത്തോളം ആളിപ്പടരും. വിഭാഗക്കാരുണ്ട്. അവർ അമ്പലത്തിൽ പോയ വർഗീയത, അവർ കാവി ഉടുത്ത വർഗീയത. അമ്പലത്തിൽ പോയാലും കാവി ഉടുത്താലും ആർക്ക് വർഗീയത? ആരാണ് മോശമാകുന്നത്? ആരാരെ മോശമാക്കുന്നു? ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? ആരാണ് തടഞ്ഞിട്ടുള്ളത്? കാവി ഊരാൻ ആരോട് പറഞ്ഞു? ക്ഷേത്രത്തിൽ പോകാൻ പറയുന്നത് ആര് പറഞ്ഞു? എന്താണ് ഈ ചെറുപ്പക്കാരൻ ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്താ ചെയ്യാ? പഴയ ചാതുർവർണ്ണയത്തിൽ ജാതി തിരിച്ചായിരുന്നു ക്ഷേത്രപ്രവേശനമെങ്കിൽ ഇപ്പൊ അവിടേക്ക് ആളെ കടത്തിവിടുന്നത് മടിശീലയുടെ കനം നോക്കിയ. കുംഭമേള നടത്തിയ വർഗീയത. കുംഭമേള ഇപ്പൊ യു.പിയിൽ കോടിക്കണക്കിന് വരുന്ന മനുഷ്യര് അവിടെ കുംഭമേളക്ക് പോയില്ലേ? ആരെങ്കിലും ഒരാൾ പരിഹസിച്ചോ? ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും. കുംഭമേളക്ക് പോയി മടങ്ങിയ ആൾ ഒരു ആചാരത്തിന് വേണ്ടി പോയ, ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി പോയ ആളുകൾ തിരിച്ച് ട്രെയിനിലേക്ക് കയറുന്ന സമയത്ത് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ കുത്തി കയറുന്നതും വഴിയോരങ്ങളിൽ പലതരത്തിലുള്ള മാലിന്യങ്ങളും മല വെക്കുന്നതൊക്കെ വലിയ വാർത്തയ്ക്ക് വന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം അതെടുത്ത് വെച്ചിട്ട് ഈ നാട്ടിലെ കുംഭമേള മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞു? പറഞ്ഞതെല്ലാം കളവല്ലേ, എല്ലാം കളവല്ലേ. അതിന് പ്രത്യേകിച്ച് പറയണോ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. എന്ത് നിങ്ങളുടെ കുംഭമേള തടഞ്ഞിട്ട് ഇപ്പൊ എന്താ മുസൽമാന്റെ ഗുണം? ഇതൊക്കെ പറയുന്നതിന് ഒരു അന്തസ് വേണ്ടേ നമ്മളിത് പറയുമ്പോൾ? അവർ ഗണപതി പൂജ നടത്തിയ വർഗീയത. അങ്ങനെ അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്ത് തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് എന്തൊരു നാണക്കേടാണ്. ചെറുപ്പക്കാരൻ നീ മലപ്പുറം തിരുനാവായ കുംഭമേള നടത്തി ഞങ്ങൾ വന്ന് അവിടെ ബത്തക്ക ജ്യൂസ് വിൽക്കും, നിങ്ങൾ കൊടുക്കാനുള്ള തുണി വിൽക്കും, ഞങ്ങൾ കച്ചവടക്കാരാണെന്നേ.
ഞങ്ങൾ നല്ല നിലക്ക് കച്ചവടം പഠിച്ചിട്ടുള്ള ആളാ. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ ശ്രീകൃഷ്ണ ജയന്തി അന്ന് ശോഭയാത്ര പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇരു കരയിൽ നിന്ന് ആളുകൾ സർവ്വത്തും മിഠായി കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? നിബിധന റായി പോകുമ്പോൾ അങ്ങനെയല്ലേ? നമ്മുടെ നാട് അങ്ങനല്ലേ? നീ പറയുന്ന മലപ്പുറം ജില്ല, നീ സംശയത്തിന് നിലാക്കുന്ന മലപ്പുറം ജില്ലയിൽ തളിക്ഷേത്രത്തിന്റെ വാതിൽ തീ പിടിച്ചപ്പോൾ ആദ്യം ഓടിയത് പാണക്കാട് മുഹമ്മദ് ഷാബ് തങ്ങളല്ലേ? എടാ ചെറുപ്പക്കാർ, ഇതൊക്കെ നാണക്കേടാണ്. ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഒരു പൗര നാണക്കേടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ലക്ഷ്മി കോനോത്തും ശശികല ടീച്ചറൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതൊക്കെ കോമഡി ആയിട്ട് തോന്നുള്ളൂ. നീ ഇത് പറയരുത്. നീ ചെറുപ്പക്കാരല്ലേ, നിനക്കൊക്കെ ചിന്തിച്ചൂടെ? നിന്റെ കുംഭമേള അവിടെ നടന്നാൽ മുസൽമാൻ ഉണ്ടാകുന്ന നഷ്ടം എന്താ? എടാ ഞങ്ങൾ ഈ നാട്ടിൽ, ഈ രാജ്യത്ത്, ഈ ലോകത്തുണ്ടായത് എങ്ങനെയാ? ഞങ്ങളെ സംബന്ധിച്ച് നീ പറഞ്ഞല്ലോ നിസ്കരിക്കുന്ന നിസ്കാരം, നോമ്പ്. ആലപ്പുഴ നഗരത്തിൽ ഒരാൾ വന്നാൽ, ഒരു ഹിന്ദു വന്നാൽ പോലും അവർക്ക് പൈസ കൊടുക്കാതെ അവർക്ക് മൂത്രമൊഴിക്കാൻ കാഷ്ടിക്കാനും പറ്റിയ സൗകര്യങ്ങൾ. ഞങ്ങൾക്ക് ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ ആദ്യം ഞങ്ങൾ ചിന്തിക്കുന്ന അവിടെ ഒരു മൂത്രം പറയാം. ഞങ്ങളുടെ ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ പ്രയാസമുണ്ടോ? ഞങ്ങളൊരു മഹാസമ്മേളനം വെച്ചാൽ ഞങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് അവിടെ വരുന്നവർക്ക് മൂത്രമൊഴിക്കാനുള്ള കാഷ്ടിക്കാനുള്ള സൗകര്യങ്ങളാണ്. എന്തോ തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറയണം? മനുഷ്യന്റെ പ്രാഥമിക കാര്യത്തിന് ആദ്യം പ്രയോറിറ്റി, എന്നിട്ടാണ്. ഇപ്പം ഒരു കുംഭമേളയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള വാർത്ത പുറത്തു വന്നു. അവിടെ മുഴുവനും മലയാളികളല്ലേ പറഞ്ഞത് മലം കൊണ്ട് നിറഞ്ഞു എന്നും, അതുപോലെ തന്നെ ട്രെയിനിന്റെ സീറ്റുകൾ കുത്തിക്കീറുന്നെന്നും, AC കമ്പാർട്ട്മെന്റ് അടിച്ചു തീർത്തുന്നൊക്കെ. ഇതെല്ലാം ഈ വാർത്ത വന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും എടുത്ത് വെച്ച് മോശമാക്കി പറഞ്ഞു, അതുപോലെ ഇവിടെയും വരാൻ പോകണം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു? അതൊന്നും പറയില്ല. ഞങ്ങൾ അങ്ങനെ പറയാം. ഞങ്ങൾ അത് മറ്റൊരു മതത്തിന്റെ വിശ്വാസം, ആചാരമൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ലെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയങ്ങളുണ്ട്. ഞങ്ങൾക്ക് സംസാരിക്കാനും പറയാനൊക്കെ ഞങ്ങളുടെ വിഷയങ്ങളുണ്ട്. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ നിസ്കാരമുണ്ട്, അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ഒന്നുകൊണ്ട്, അതുപോലെ കുട്ടികൾ മദ്രസയിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കുട്ടിക്ക് മദ്രസ വിദ്യാഭ്യാസം ലഭിക്കുന്ന, അഥവാ ഇവിടെ 23-24% മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നതിന് 10 പൗരൻ ലഭിക്കുന്നില്ലല്ലോ. പൗരൻ സങ്കടപ്പെടുന്നതിന് പകരം ഇത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി നോക്ക്. എനിക്ക് വ്യക്തമായില്ല. അത് നോക്കാം. നിങ്ങൾ ഞങ്ങളുടെ മേൽ കുതിര കയറിയിട്ട് നിങ്ങൾ മലപ്പുറത്ത് കുംഭമേളയാണ്, എന്ത് വേണം വെച്ചൊക്കെ നടക്കട്ടെ, ഇവിടെ എല്ലാം നടന്നോട്ടെ, ഞങ്ങൾ അവിടെ വന്ന് പച്ചക്ക വെള്ളം വിൽക്കാം, നിങ്ങൾ മേടിച്ചു കൂടി നമുക്ക് അങ്ങനെ ഒന്നിച്ചു പോവാം. ഇനിയെങ്കിലും ഈ പന്നത്തരം പറച്ചിലൊന്നും നിർത്ത്. അതിന് പകരം അവിടെ ആരോ ഇങ്ങനെ വന്ന് വട്ടം നിൽക്കുകയാണ്. നിങ്ങൾ കുംഭമേളയല്ല, നിങ്ങൾ എന്ത് നടത്തുന്ന എന്ത് കാര്യം? നിങ്ങൾ ഈ കാലം അത്രയും നടത്തിയിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? നിങ്ങൾ ഈ കാലം മുഴുവൻ ഉണ്ടാക്കണം. ഇപ്പൊ ഇവിടെ മുസൽമാന്മാർ അത് നേരവണ്ണം ജീവിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ കോടിക്കണക്കിന് മനുഷ്യർ ഇസ്ലാമിന്റെ ഭാഗമായി. നിങ്ങളിപ്പം ഹിന്ദു നിരക്ക് കുറയുന്നു എന്ന് പറയുന്നു. എന്താ കുറയുന്നതിന്റെ കാര്യം നീ ചിന്തിക്കണം. അതിന് പല ഇതുപോലുള്ള വർത്താനല്ലേ നീ പറയുന്നത്? ഈ ലോകത്ത് നിഷ്കളങ്കരായിട്ട് ജീവിക്കുന്നവർ വിഡ്ഢികളാണ്. കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട് കുറയുന്നു? ആളുകൾ വിശ്വാസം വിടുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിന് താല്പര്യമില്ല. ഇപ്പം വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവർ മതപ്രചരണത്തിന് പോയ ഉടനെ അവർ മതം മാറ്റി നമ്മൾ പിടിച്ചകത്തിടുന്നു. ഇവിടെ നിന്റെ കയ്യിൽ മറ്റുള്ളവനെ ആകർഷിക്കാൻ എന്താ ഉള്ളത്? പിന്നെ എന്തിനാ ബാലേട്ടെ മുസ്തഖ് ഇവിടെ ജീവിച്ചിരിക്കണേ? നീ വർഗീയതൊക്കെ പറഞ്ഞ നിന്റെ കയ്യിൽ എന്തുണ്ട്? ശശികല ടീച്ചറും ലക്ഷ്മി കോണാത്തും ഒക്കെ കാലങ്ങളായിട്ട് സംസാരിക്കുന്നത് ഏത് മനുഷ്യരെ അട്രാക്ട് ചെയ്യാൻ പറ്റി? എന്തൊരു കഷ്ടമാണ്. നിന്റെ കയ്യിൽ ആളുകൾക്ക് ദായകമായത്. ഇപ്പം ഞങ്ങൾ ബാങ്ക് കൊടുത്താൽ അള്ളാഹു അല്ലാതെ ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്നു, വർഗീയത എന്ന് പറഞ്ഞു. എടാ നീ അതിനപ്പുറത്ത് നിന്റെ ദൈവം 30 കോടി ദൈവം, അതിന്റെ വൈവിധ്യം, അതിന്റെ മഹത്വം നീ പറ, ഞങ്ങൾ കേൾക്കാന്നേ. മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. നീ അത് മറ്റുള്ളവർ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് അശ്ലീലമാണ്. ഏതോ ഒരു ക്രൈസ്തവൻ അവന്റെ വീടിന്റെ മതില് വിഗ്രഹാരാധനയെ കുറിച്ച് എഴുതിയപ്പോഴേക്ക് നിങ്ങൾ അവിടെ പ്രതിഷേധം ഉണ്ടാക്കി അവരെ കൊണ്ട് വായിപ്പിച്ചു. അതിന് പകരം അവരെയും കൂടെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ആശയം നീ പങ്കുവെക്ക്. അങ്ങനെ പറയല്ല, വിഗ്രഹാരാധന മഹത്വമാണ് എന്നുണ്ടെങ്കിൽ നീ അതിന്റെ യുക്തിപരമായ, അതിന് മനുഷ്യന് ദായകമായ രൂപത്തിൽ നീ അതിനെക്കുറിച്ച് സംവദിക്കൂ. അപ്പൊ എനിക്ക് പിഴച്ചെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? മനുഷ്യനല്ലേ, തെറ്റാർക്കും പറ്റും. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് സമൂഹത്തെ പഠിപ്പിക്കുന്നില്ലേ? അത് പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്ര വിഭ്രാന്തി പറയേണ്ട എന്താ? നീ അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് നീ കൊണ്ട് നടക്കുന്ന ആശയത്തിന്റെ മഹിതമായ മുഖവും സംസ്കാരം കൊണ്ട് നീ അത് തോൽപ്പിക്കും. ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? നിനക്ക് പറ്റുമോ? നിന്നെ കൊണ്ട് നല്ല കീച്ചാപ്പാക്ക് പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്റെ കുംഭമേളാണെങ്കിൽ എന്ത് വേണം നടന്നോട്ടെ, ഞങ്ങൾ അവിടെ പത്തക്ക വെള്ളം വിൽക്കാൻ വരാം. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ എന്ത് വേണം നടത്തിക്കോ, ഞങ്ങൾ അത് തടയത്തില്ല, ഒന്നുമില്ല. നിങ്ങൾ എത്ര സ്ഥലത്ത് ബാങ്കിനെതിരെ ഹർജി കൊടുത്തു, ഏതെല്ലാം സ്ഥലത്ത് പള്ളികൾ നിർമ്മിക്കാൻ നിങ്ങൾ തടസ്സം നിന്നു. ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കെതിരെ പ്രതിഷേധമോ പ്രക്ഷോഭമോ ഇല്ല, അങ്ങനൊന്നും ഇല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പോട്ടെ കൂടുതൽ പറയണ്ട. പോയി പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവില്ല. അപ്പോൾ ഹൈന്ദവ സഹോദരൻ പറയാണ് പച്ച വർഗീയതയാണ്, നമ്മളാരും നിങ്ങളുടെ ഒന്നും തടഞ്ഞിട്ടില്ല, മുന്നാരെ ഒന്നും തടയത്തില്ല, നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകണമെന്നുള്ള അഭിപ്രായം. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. സന്തോഷമായി ഉസ്താദെ, സന്തോഷമായി. എന്നെ പോലുള്ള ഹിന്ദുക്കളെ പറയിപ്പിക്കുന്ന ഇവനെ പോലുള്ള ചാണക സംഖ്യക്ക് ഇതുപോലെ തന്നെ കൊടുക്കണം. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സമാധാനം വേണ്ട. ഓരോ കഥകൾ കേൾക്കുമ്പോ പേടിയാവുകയാണ്.